ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ബാക്കി ഭാഗങ്ങൾ പുറത്തുവിടുന്നതിൽ തടസ്സങ്ങളില്ലെന്ന് വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൽ ഹക്കീം. പുറത്തുവിടാതിരിക്കാൻ സമ്മർദ്ദങ്ങളില്ലെന്നും സർക്കാരിൻ്റെ പൂർണ്ണ പിന്തുണയുണ്ടെന്നും വിവരാവകാശ കമ്മീഷണർ. ഒരിക്കൽ കൊടുക്കാൻ പറഞ്ഞു, അപ്പോൾ വീണ്ടും മൊത്തം കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞ് പരാതി വന്നാൽ അത് നമ്മൾ പരിശോധിക്കും, കൊടുക്കും. അതിനകത്ത് ഷെഡ്യൂളുണ്ട്, അതിൻ്റെ ചട്ടവട്ടങ്ങളുണ്ട്, അതനുസരിച്ച് കൊടുക്കുമെന്നേ ഉള്ളൂ. ഒരു തടസ്സമില്ല, ഒരു സമ്മർദ്ദം. കമ്മീഷൻ എന്തിനു സമ്മർദ്ദം? കമ്മീഷൻ അങ്ങനെയൊന്നുള്ളതല്ലല്ലോ. തീർച്ചയായും വിവരങ്ങളുമായി അർച്ചന ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. അർച്ചന, എന്തൊക്കെയാണ് വിവരാവകാശ കമ്മീഷണർ പറഞ്ഞത്? പ്രധാനമായും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കൂടുതൽ ഭാഗങ്ങൾ പുറത്തുവിടുന്നതിൽ യാതൊരു തടസ്സവുമില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് വിവരാവകാശ കമ്മീഷണറായ എ അബ്ദുൽ ഹക്കീം. പുറത്തുവിടാതിരിക്കാൻ യാതൊരു സമ്മർദ്ദവും ഇതുവരെ ഉണ്ടായിട്ടില്ല. ചട്ടങ്ങൾ പാലിച്ച് ഈ ഭാഗങ്ങൾ, അതായത് കൂടുതൽ ഭാഗങ്ങൾ പുറത്തുവിടുമെന്നും താനും മുഖ്യ വിവരാവകാശ കമ്മീഷണറുമായി യാതൊരു തർക്കങ്ങളില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. ജനങ്ങളുടെ അറിയാനുള്ള അവകാശം സംരക്ഷിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. എന്തായാലും സർക്കാർ ഇതിന് പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ റിപ്പോർട്ടിലെ കൂടുതൽ ഭാഗങ്ങൾ പുറത്തുവിടുന്നത് സംബന്ധിച്ച് സ്വകാര്യത പുറത്തു പോകുന്ന തരത്തിലേക്ക് ഉള്ള ഭാഗങ്ങളായിരുന്നു ഒഴിവാക്കാൻ, അത് കോടതിയുടെ നിർദ്ദേശം അടക്കം ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരം ഭാഗങ്ങൾ ആണ് ഇനിയിപ്പോൾ പുറത്തേക്ക് പോകുമോ ഇല്ലയോ എന്നുള്ള സംശയം വന്നത്. അത് എന്നാണ് അത് പുറത്തുവിടുക, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വ്യക്തത ഈ കമ്മീഷണർ നൽകിയോ, വിവരാവകാശ കമ്മീഷൻ? അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് ഇത് സംബന്ധിച്ച് ചട്ടങ്ങളുണ്ട്, അത് പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും ഇത് സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുക. നിലവിൽ ഇത് സംബന്ധിച്ച് എപ്പോഴായിരിക്കും പുറത്തുവിടുക എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. അത് കൃത്യമായ ചട്ടങ്ങൾ പാലിച്ച ശേഷം മാത്രമേ ഇത് പുറത്തുവിടൂ എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ പുറത്തുവിടുന്നതിൽ യാതൊരു തടസ്സങ്ങളുമില്ല, അത്തരത്തിൽ പുറത്തുവിടാതിരിക്കാനുള്ള സമ്മർദ്ദവുമില്ലെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. നേരത്തെ തന്നെ സർക്കാർ ഇത് സംബന്ധിച്ച് നിലപാട് വ്യക്തമാക്കിയതാണ്. സർക്കാരിന് യാതൊരു തടസ്സങ്ങളുമില്ല, അത് പുറത്തുവിടുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ അത് കഴിഞ്ഞ ദിവസം മന്ത്രി സജി ചെറിയാനും വ്യക്തമാക്കിയതാണ്. ഈ വിഷയത്തിൽ സർക്കാരിന് ഒന്നും മറച്ചു പിടിക്കാനില്ല, വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയി തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്.